നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ ഒരു പ്രലാപം നടത്തി. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. 12-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹോദരയുടെ ഓർമ്മ പെരുന്നാളായി ഈ നാടും ഈ ഇടവകയും ആചരിക്കുകയാണ്. വലിയ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കൊക്കെ മധ്യേ നാം നിലവിളിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതുതന്നെയാണ്. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, വിശുദ്ധരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു, ഭക്തരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. കർത്താവേ, എന്താണ് ഭക്തി എന്നുള്ളതിന് ഒരു നല്ല നിർവചനം വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ നിർമ്മലവും ശുദ്ധവുമായ ഭക്തിയോ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നതും ആകുന്നു. യഥാർത്ഥ ഭക്തി അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്ന, ലോകത്തിൻ്റെ കളങ്കങ്ങൾ പറ്റാതെ വിശുദ്ധമായി ജീവിതത്തെ സൂക്ഷിക്കുന്നതാണ് എന്നാണ് ശ്ലീഹ പറയുന്നത്. 2 തലങ്ങളാണ് ആ വാക്യത്തിലുള്ളത്, 2 കാര്യങ്ങൾ. ഒന്ന്, അനാഥരെയും ദുഃഖിതരെയും പീഡിതരെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ തലം. രണ്ടാമത്തേത്, ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിതലം. പരിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ ജീവിതത്തിൻ്റെ ധ്യാനം നമ്മെ ഈ 2 കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധനായിരുന്നു, ലോകത്തിൻ്റെ കളങ്കമൊന്നും പറ്റിയില്ല. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ 23-ാമത്തെ വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധനായി മാറിയതിൻ്റെ ചരിത്രം ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുമോ എന്നെനിക്കറിയുകയില്ല. ഒരു വശത്ത് നമ്മുടെ കാഴ്ചകൾ നമ്മെ വല്ലാതെ വിശുദ്ധിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നു. അതോട് ചേർന്ന് നമ്മുടെ ഭക്ഷണ രീതികളിലൊക്കെ വന്ന മാറ്റം നമുക്ക് വല്ലാതെ ഊർജങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ കേൾവികൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ വികാരങ്ങൾക്കുമൊക്കെ വല്ലാത്ത ഇളക്കം വരുത്തുന്ന ഒരു കാലമാണ്. അങ്ങനെ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയും എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സമ്പാദിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം വിശുദ്ധിയാണ്. ആ വിശുദ്ധിയാണ് നമ്മുടെ തുടർ ജീവിതത്തിൻ്റെ നിശ്ചയം. പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരൻ തൻ്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ചു. ഇന്ന് നാം ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ എന്നെ വിശുദ്ധനാക്കണമേ, വിശുദ്ധയാക്കണമേ എന്ന് തന്നെയാകണം. നമ്മുടെ സഭയുടെ എല്ലാ ആരാധനകളും എല്ലാ അനുഷ്ഠാനങ്ങളും നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടതിന് തന്നെയാണ്. മനുഷ്യൻ്റെ പാപമാണ് ദൈവസാന്നിധ്യത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്. ആ പാപം പരിഹരിച്ച് വിശുദ്ധീകരിച്ച് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ വന്ന് ദൈവ തേജസ്സിൽ വളരുവാനായിട്ടാണ് ആരാധനയും പള്ളിയും എല്ലാം തന്നെ. അത് പള്ളിയിലെ ആരാധന മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ, നമ്മുടെ ആരും അറിയാതെയും ആരെ അറിയിക്കാതെയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന ശക്തമാകണം. അങ്ങനെ ആരാധനയിലൂടെ ഒരു വിശുദ്ധ ജീവിതം നമുക്കുണ്ടാകുന്നതോടൊപ്പം
ഈ ആധുനിക കാലഘട്ടത്തിലെ കാഴ്ചകളോടും കേൾവികളോടും സ്പർശനങ്ങളോടും രുചികളോടും ഗന്ധങ്ങളോടും നാം നിസ്സംഗത പുലർത്തുവാനായിട്ടൂടെ സാധിക്കണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കേണ്ട സമയത്ത് അടച്ചു പിടിക്കണം. നമ്മുടെ കാതുകൾ പൊത്തിപ്പിടിക്കണം. ഇന്നലെ വൈകുന്നേരം ഈ പ്രദക്ഷിണത്തിനായി എന്നെ കൊണ്ടുപോയ കാറിൻ്റെ മുമ്പിൽ കുറേ സിമ്പിൾസ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കാത് രണ്ടും പൊത്തിപ്പിടിച്ചാണ്, ഒരെണ്ണം കണ്ണ് രണ്ടും പൊത്തിപ്പിടിച്ചാണ്, ഒരെണ്ണം വാ പൊത്തിപ്പിടിച്ചാണ്. കാണാൻ പാടില്ലാത്തത് കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടാലേ നമുക്ക് വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോണൊക്കെ തുറന്നു പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ആരാധന കഴിഞ്ഞു പോയാലുമൊക്കെ നമ്മൾ അശുദ്ധിയിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിന് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് ആരാധനയിലും പ്രാർത്ഥനയിലും നോമ്പിലും അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാനായിട്ട് നാം ശ്രമിക്കണം എന്നുള്ളതാണ് സഹദായുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ധ്യാനം. രണ്ടാമത്തേത് യാക്കോബ് ശ്ലീഹ പറയുന്നത് അനാഥരെയും വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണമെന്നാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ പ്രയാസപ്പെടുന്നവരുടെ കൂടെ നിൽക്കുവാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകുന്നത് വിശുദ്ധിയുടെ ലക്ഷണമാണ്. നിർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. നമ്മുടെ വീടുകളിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അവരവരുടെ മുറികളും അവരവരുടെ സാധന സാമഗ്രികളുമൊക്കെ ആയിപ്പോയി. ഞങ്ങൾ നമ്മൾ എന്നൊന്നും അധികം ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിൽ മറ്റുള്ള മനുഷ്യർ പ്രയാസപ്പെടുമ്പോൾ ദുഃഖിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നില്ല. ഗീവർഗീസ് സഹദ ഒരു വിശുദ്ധനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ പരിചയമില്ലാത്ത ഒരു നാട്ടിലൂടെ കടന്നു പോയപ്പോഴാണ് വാർത്ത കേൾക്കുന്നത്, ഒരു വ്യാളി ഒരു നാട്ടിലെ ജനത്തെ മുഴുവൻ കൊന്നു തിന്നുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിസ്സംഗതയോടെ ആ നാട് വിട്ടു പോകാമായിരുന്നു. പക്ഷെ അവിടെ ഇറങ്ങി. കാരണം വിശുദ്ധൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്നവനല്ല. അവൻ ആ നാടിനെ രക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ കുറെ കൂടെ ഒരു കരുതലിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, ഏകീഭവിക്കലിൻ്റെ ഒക്കെ ഒരു തലമുണ്ട്. നമ്മൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു പക്ഷേ കുടപ്പനക്കുളം എന്ന് പറയുന്ന ഈ വനമധ്യത്തിലുള്ള നാട്ടിൽ ഇന്നും അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നാണ് എൻ്റെ വിചാരം. ഞാനിന്നും ഓർക്കുന്നുണ്ട്, വേനൽക്കാലത്ത് പുരമേയുവാൻ നാട്ടുകാരെല്ലാവരും ചേരുമായിരുന്നു. കിണർ വൃത്തിയാക്കുവാൻ നാട്ടുകാരെല്ലാം ചേരുമായിരുന്നു. പുരുഷന്മാരൊക്കെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ അങ്ങേപ്പുറത്ത് പറമ്പിലുള്ള പുഴുങ്ങുവാനുള്ള കാച്ചിലും ചേനയും കപ്പയും ഒക്കെ ഇട്ട് പുഴുങ്ങി അങ്ങനെ ഓലയൊക്കെ മേഞ്ഞു കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് അല്പം മുളക് സംബന്ധിയൊക്കെ കൂട്ടി കഴിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു രീതി നമുക്ക് പണ്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോഴും ഉണ്ടാകും. നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. കാരണം ടൗണിലേക്കും സിറ്റിയിലേക്കുമൊക്കെ പോയപ്പോഴേക്കും വല്ലാതെ മനുഷ്യൻ ചുരുങ്ങി അവനവനിലേക്ക് മാത്രമായി പോയി. അത് ഞാൻ പറയുന്നു, അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് അതൊക്കെ. നമുക്ക് കുറെ കൂടെ മറ്റുള്ളവരെ കരുതുവാൻ, അവരുടെ ദുഃഖങ്ങളിൽ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു പ്രേരണ ഈ പെരുന്നാൾ നൽകേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ഗീവർഗീസ് സഹദ ആ നാടിനെ രക്ഷിക്കുവാൻ ചേർന്ന് നിന്ന് മനസ്സ് കാണിച്ചുവോ, അങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന, സംഭവിക്കുന്ന, മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളിൽ അവരോടൊക്കെ ചേർന്ന് നിൽക്കുവാനായിട്ടുള്ളൊരു മനസ്സ് ഉണ്ടാകട്ടെ എന്നാണ് ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. യഹോവേ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് കുറെ കൂടെ വിശുദ്ധി നൽകണമേ, ഞങ്ങൾക്ക് കുറെ കൂടെ സമൂഹത്തോടുള്ള കടമയും പ്രതിബദ്ധതയും ഓർക്കുവാൻ ഇടയാകണമേ.
ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെയൊക്കെ ഒന്ന് പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഗീസഹതായുടെ ജീവിതത്തിൻ്റെ മാതൃക പ്രധാനമായും അതാണ് എന്ന് ഞാൻ പറയുമ്പോൾ, ആ മാതൃക വിശുദ്ധരും സഹതന്മാരും എല്ലാം സ്വീകരിച്ചത് നമ്മുടെ കർത്താവിൽ നിന്നാണ്. പള്ളിയിൽ പോയിട്ടുണ്ട് കർത്താവ്, ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബാക്കി സമയം മുഴുവൻ രോഗികളുടെ കൂടെ ദുഃഖിതരോട് കൂടെ കർത്താവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതാണ് കർത്താവിൻ്റെ മാതൃക, അതാണ് ക്രിസ്ത്യാനിയുടെ മാതൃക. നമ്മുടെ ആരാധനയ്ക്കും പെരുന്നാളിനുമൊക്കെ കൂടെ ഇത്തരത്തിൽ പാവപ്പെട്ടവൻ്റെ കൂടെയൊക്കെ ചേർന്ന് നിൽക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം, ഞാൻ പറയും, വിശുദ്ധിയുടെ ദാരിദ്ര്യമാണ് എന്നാണ് എൻ്റെ വിചാരം. ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം കാണാം, വസ്ത്രത്തിൻ്റെ ദാരിദ്ര്യം കാണാം, പക്ഷേ വിശുദ്ധിയുടെ ദാരിദ്ര്യമാണ് ഈ സഭയുടെയും ഈ സമൂഹത്തിൻ്റെയും വലിയ ദാരിദ്ര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. യഹോവേ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നമുക്ക് വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ടുള്ള ആഗ്രഹം ഈ പെരുന്നാളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സഹതയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.